ബിസിനസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻ്റ് ആണോ അതോ ഗൂഗിൾ അഡ്വർടൈസ്മെൻ്റ് ആണോ ഞങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഇതിൻ്റെ എക്സാക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും രണ്ട് സെഗ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ അഡ്വർടൈസ്മെൻറ്റ് കുറേ ആളുകളിലേക്ക് അങ്ങോട്ടേക്ക് കാണിക്കുന്ന ഒരു കാറ്റഗറിയാണ്. അതേസമയം ഗൂഗിളിൻ്റെ രണ്ട് ടൈപ്പ് അഡ്വർടൈസ്മെൻ്റ് ആണ് മെയിനായിട്ടുള്ളത്. അതായത് സെർച്ച് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അതുപോലെ വീഡിയോ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും ഈ രണ്ട് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇതിൽ സെർച്ച് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ ഇങ്ങോട്ട് സെർച്ച് ചെയ്ത് വരുന്ന രീതിയാണ്. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുകയും ഗൂഗിൾ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. ഇനി ഈ രണ്ട് കാറ്റഗറിയിലും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ അങ്ങോട്ട് അഡ്വർടൈസ്മെൻറ്റ് കാണിച്ച് അതിൽ നിന്നും എൻക്വയറികൾ ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് ഒരുപാട് എൻക്വയറികൾ മേ ബി വന്നേക്കാം. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു 5% to 10% ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതിയാകും. അങ്ങനെ ആളുകൾ നമ്മളെ സെർച്ച് ചെയ്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിന് കൺവേർഷൻ റേറ്റും വളരെ കൂടുതലായിരിക്കും. കൺവേർഷൻ റേറ്റ് കൂടുതലാണെന്ന് കരുതി എല്ലാവരും ഗൂഗിൾ ആഡ്സ് തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഒരു കാരണവശാലും പറയാനും സാധിക്കില്ല. കാരണം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് നേരെ സാധിക്കും. എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും വളരെ കുറഞ്ഞ തുകയിൽ തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ റൺ ചെയ്യാനും കൂടുതൽ ലീഡ്സും എൻക്വയറികളും സെയിൽസും ജനറേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ആഡിലൂടെ സാധിക്കുന്നുണ്ട്. അതേസമയം ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഒരു ചീപ്പ് റേറ്റിലുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. ഒരു മീഡിയം ലെവൽ, അതുപോലെ തന്നെ ഒരു പ്രീമിയം ലെവൽ എന്നൊക്കെ നമുക്ക് മിക്കവാറും പറയേണ്ടി വരും. കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു 500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് നേരെ സാധിക്കുകയുള്ളൂ. അതേസമയം സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഒരു 85-100 രൂപ മുതലൊക്കെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവ രീതി, അതുപോലെ തന്നെ സെയിൽസിൻ്റെ കൺവേർഷൻ റേറ്റ്, എത്രത്തോളം ബെറ്ററായി നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുന്നു, അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇതിലേത് കാറ്റഗറിയിൽ ചെയ്താലായിരിക്കും ഏറ്റവും ബെറ്ററായി റിസൾട്ട് കിട്ടുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇതിലേത് പ്ലാറ്റ്ഫോമിലൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാവൂ. ബെറ്ററായിട്ട് നിങ്ങൾ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കാറ്റഗറി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ.